മലപ്പുറം കാസർഗോഡ് വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെ പിന്തുണയ്ക്കാതെ സിപിഐഎം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രിയുടെ പ്രസ്താവന തെറ്റായി പോയെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. മന്ത്രി നൽകിയ വിശദീകരണത്തിലും വ്യക്തതയില്ലെന്നും ഒരു വിഭാഗം പറയുന്നു. അതേസമയം മന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, മന്ത്രി സജി ചെറിയാനെ പിന്തുണയ്ക്കാതെയുള്ള നീക്കമാണ് സിപിഐഎം നടത്തുന്നത്. അതേസമയം മറുപക്ഷത്ത് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ, തീർച്ചയായും ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഒരു വശത്ത് ഈ വിഷയത്തിൽ CPM ഇതുവരെയും സജി ചെറിയാനെ പിന്തുണച്ചിട്ടില്ല, പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് പറയേണ്ടത്. കാരണം മലപ്പുറം കാസർഗോഡ് വിവാദ പരാമർശം അത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം സജി ചെറിയാനെതിരെ ആയുധമാക്കിയിരുന്നു. സജി ചെറിയാന്റെ ഭാഗത്ത് തുടർച്ചയായി ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുന്നുവെന്നും അത് എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയാണ് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും അതിനോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലെ ജില്ലാ സെക്രട്ടറിമാരുടെയും പട്ടികയൊക്കെ ഉയർത്തിക്കാട്ടിയിട്ടാണ് ഈ വിഷയത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ട് CPM ഇതിൽ സജി ചെറിയാനൊപ്പം നിൽക്കുന്നില്ല എന്ന ചോദ്യത്തിന് അതിനും മറുപടി ഉണ്ട് CPM കേന്ദ്രങ്ങളിൽ നിന്ന്. കാരണം ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഒരു മുതിർന്ന നേതാവും മന്ത്രിയുമായ ആ വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നതാണ് CPM-ന്റെ പ്രാഥമികമായ വിലയിരുത്തലും നിലപാടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജി ചെറിയാൻ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ ഉണ്ടാക്കുന്നു. അതിൽ പാർട്ടി ഒന്നടങ്കം പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അതിൽ ഇന്നലെ സജി ചെറിയാൻ നല്ല വിശദീകരണത്തിലും വേണ്ടത്ര വ്യക്തതയില്ല എന്നതാണ് CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. തൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചു എന്നും താൻ വർഗീയതയെ എതിർക്കണം എന്ന തരത്തിലേക്കുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് എന്നും സജി ചെറിയാൻ വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണം എത്രത്തോളം സാധാരണക്കാരായ ജനങ്ങളിലേക്കും എത്രത്തോളം കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലുള്ളവരിലേക്കും എത്തിച്ചേർന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ CPM-നുള്ളിലും ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ജയിച്ചവരെ സമുദായം അല്ലെങ്കിൽ മതം നോക്കിയാൽ അറിയാമല്ലോ എന്ന പരാമർശമാണ് ഇത്തരത്തിൽ CPM-നെയും സജി ചെറിയാനെയും കുഴിയിൽ ചാടിച്ചിരിക്കുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകും. പ്രത്യേകിച്ച് സഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.